ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. നാട്ടിൽ മഴയൊക്കെയാണല്ലേ? ഇവിടെ ഞങ്ങൾക്ക് നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൂരിയും ബാജിയുമാണ് കേട്ടോ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൂരിയും ബാജിയുമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് മാവ് എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ചപ്പാത്തി പരുവത്തിന് കുഴച്ചെടുത്തു. എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തേ. എന്നിട്ട് ഓയിലിൽ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒത്തിരി ഡീപ്പ് ഫ്രൈ ഞാൻ കൊടുത്തില്ല കേട്ടോ. പിന്നെ അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഒരു മസാലക്കറി ഉണ്ടാക്കാൻ പോവുകയാണേ. അതിനായിട്ട് ഗ്രീൻ പീസ് കറി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് കുറച്ച് ക്യാരറ്റും കുറച്ച് ഒരു കിഴങ്ങും കൂടി ഞാൻ ചെത്തിയിട്ടു. അതിനുശേഷം പച്ചമുളക്, കറിവേപ്പില, അതുപോലെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കുറച്ച് ലേശം ഇഞ്ചിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്ത് ഇതുപോലെ കുക്കറിലിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു. ഒരു 4-5 വിസിലൊന്ന് കേൾപ്പിച്ചു കേട്ടോ. അതിനുശേഷം അതിനകത്ത് കടുക് വറുക്കുവാണേ. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്ത് കടുകിട്ടു, പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുത്തത്. അതിനകത്തേക്ക് വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ആവശ്യത്തിന് എരിവിന് വേണ്ടി ചേർത്താൽ മതി, ഒത്തിരി അങ്ങ് ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ എനിക്ക് എൻ്റെ മൂക്കും കൂടിയും കൊടുക്കാനുള്ളതുകൊണ്ട് ഞാൻ 2 എണ്ണയെ പൊട്ടിച്ചു കൊടുത്തുള്ളൂ. അതിനകത്തേക്ക് ഞാൻ കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം, നന്നായിട്ട് മൂത്ത് വരണം. അതിലേക്ക് ഞാൻ ഗരം മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ പീസിൻ്റെ കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ടൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു 5-10 മിനിറ്റ് ഒന്ന് ഇരിക്കണം. ഗ്യാസ് ഒന്ന് കുറച്ചിടണേ. ഞാൻ ഈ സമയത്ത് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുവാണെങ്കിൽ കട്ടിയായിട്ട് കിട്ടും. തേങ്ങാപ്പാലൊന്നും ഉപയോഗിക്കണ്ട. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല കുറുകുറുന്നിരിക്കുന്ന നല്ലൊരു ബാജിക്കറി നമുക്ക് കിട്ടുവേ. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമ്മുടെ പൂരിയും ബാജിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാം.